ഹലോ ഫ്രണ്ട്സ്, ഇവർ വിവാഹിതരായാലും സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭൂമി രാത്രി 11 മണി വരെയൊക്കെ കോഫി ഷോപ്പ് തുറന്നു വെച്ചിരിക്കുക കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴി സ്കൂട്ടർ സ്റ്റാർട്ടാകുന്നില്ല കേട്ടോ. ആ രാത്രി വളരെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്, സങ്കടത്തോടു കൂടിയ റോഡിൽ. അപ്പോൾ വീണ്ടും നമ്മുടെ CI സാർ എന്താ ചെയ്യാന്ന് വെച്ചാൽ, അവിടെയുള്ളൊരു പോലീസുകാരനെ ആദ്യം ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നല്ലോ, ഒരു കള്ളനെ പിടിക്കണമെന്ന്. അയാളോട് വീണ്ടും ഒരു അതിർത്തി തർക്കം, ഒരു ആഞ്ഞിൽ മരത്തിൻ്റെ, അത് ഇതുവരെയായിട്ടും സോൾവ് ആയിട്ടില്ല, അതും കൂടെ നിങ്ങൾ നാളെ തന്നെ അത് ശരിയാക്കി തരണമെന്ന് പറഞ്ഞ് കയ്യിൽ കൊടുക്കാട്ടോ. അയാൾക്കാണെങ്കിൽ ആകെ ടെൻഷനായി. ഇതൊന്നാമതേ പ്രശ്നത്തിൽ കിടക്കുന്നത്, ഇതെങ്ങനെ ശരിയാകും? രണ്ട് വീട്ടുകാരും ഒത്തുതീർപ്പാകുന്നില്ല. എന്തായാലും ഭൂമി തന്നെ ശരണം എന്ന് പറഞ്ഞ് നേരെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഭൂമിയോട് വന്ന് സഹായം ചോദിക്കുക. ഭൂമി പറയുന്നുണ്ട്, അതെ ഇനിയിപ്പോൾ പോലീസ് സ്റ്റേഷനൊക്കെ അടച്ചില്ലേ, നാളെ ആവട്ടെ. അത് പറ്റില്ല ഭൂമി, അങ്ങേരൊരു മുരടനായിക്കൊണ്ടിരിക്കുക. നാളെ തന്നെ ഇത് കേസ് തീർപ്പാക്കി കൊടുക്കണമെന്നാണ്. എനിക്കാണെങ്കിൽ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇതിപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അങ്ങനെ ഒരു മരം മുറിക്കണമെങ്കിൽ അത് പഞ്ചായത്തിൽ പരാതി വന്നിട്ടുണ്ടെന്നൊന്ന് പറഞ്ഞേക്ക്, അപ്പോൾ ശരിയാവും. ഇല്ല, അവരത് ശരിയാവില്ല, രണ്ടുപേരും പ്രശ്നത്തിലാണ്, മുറിക്കാനും സമ്മതിക്കുന്നില്ല. അതാണ് അയൽവക്കത്തെ ആളിന് ആ മരം പ്രശ്നം ഉണ്ടാക്കുന്നെങ്കിൽ പഞ്ചായത്തിൽ പരാതി കൊടുക്കാമല്ലോ. അങ്ങനെ ഒരു പരാതി പഞ്ചായത്തിൽ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ വെറുതെ ഒരു കള്ളം പറഞ്ഞു നോക്ക്, അങ്ങനെയെങ്കിൽ അവർ ഒത്തുതീർപ്പാക്കിക്കോളും എന്ന് പറഞ്ഞ് ഭൂമി അയാളെ സമാധാനിപ്പിച്ച് വിടാം. അതൊരു നല്ല ഐഡിയ ആണെന്ന് പറഞ്ഞ് അയാൾ പോകണുണ്ടോ. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ CI സാറ് അജയ് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴാണ് ഭൂമി അവിടെ ഈ രാത്രിയായിട്ടും പോവാതെ നിൽക്കുന്നത്. അപ്പോൾ ചോദിക്കുകയാണ്, ഹലോ എന്താ രാത്രിയായിട്ടും കട അടയ്ക്കാറായില്ലേ? എന്ത് ചെയ്യാൻ, നമ്മുടെയൊക്കെ ദരിദ്രാവസ്ഥ അങ്ങനെയാണല്ലോ. നിങ്ങളൊക്കെ ജനിച്ചപ്പോൾ തന്നെ അക്ഷയപാത്രത്തോടു കൂടിയാണ് ജനിച്ചത്, അതുകൊണ്ട് പ്രശ്നമില്ല. ഞങ്ങൾക്കും ഉണ്ട് ദരിദ്രപാത്രം, അല്ലാതെ വേറെന്താ. അതുകൊണ്ട് കുറച്ചുകൂടെയൊക്കെ ഇരുന്ന് അധ്വാനിച്ചാലേ പറ്റുള്ളൂ എന്ന് പറയാം. ശരി ശരി. അയാൾ അങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഭൂമി പറയുന്നുണ്ട്, അതെ എനിക്കൊരു സഹായം ചെയ്യാമോ? എൻ്റെ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. അതെയോ, എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ വണ്ടിയിലോട്ട് കയറിക്കോ, ഞാൻ വീട്ടിലാക്കി തരാം. താങ്ക്സ് പറഞ്ഞിട്ട് വണ്ടിയിലോട്ട് കയറുവാണ് കേട്ടോ നമ്മുടെ ഭൂമി. വഴിയിൽ പോകുന്ന വഴിക്ക് ഭൂമി വണ്ടിയിലിരുന്നുകൊണ്ട് പറയുന്നുണ്ട്, സാറിനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചത്. വളരെ പരിക്കനായിട്ടുള്ള ഒരു മനസാക്ഷി ഇല്ലാത്ത മനുഷ്യനായിട്ടാണ്. പക്ഷേ അടുത്തറിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് പരിശുദ്ധിയുള്ളൊരു മനസ്സാണെന്നും നല്ലൊരു മനസ്സാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല സ്നേഹമുള്ള ഒരാളാണെന്നും. അത് ശരി. അവിടെ വഴിയിലേക്ക് കൊണ്ട് നിർത്തിയിട്ട് പറയുന്നുണ്ട്, അതെ എന്നൊരു ഓട്ടോ സ്റ്റാൻഡിൽ നിർത്തിയാൽ മതി, ഞാൻ നടന്ന് അവിടുന്ന് ഓട്ടോ പിടിച്ച് പൊക്കോളാന്ന് പറയാണ് കേട്ടോ. അത് വേണ്ട, ഞാൻ നിന്നെ വീട്ടിൽ തന്നെ കൊണ്ടാക്കാം എന്നും പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. ഭൂമിയുടെ ഈ വർത്താനം കേൾക്കുമ്പോൾ അജയന് ദേഷ്യം വരാം കേട്ടോ. വഴിയിൽ ഇറക്കി വിട്ടിട്ട് പറയാം, ഇറങ്ങിപ്പോക്കോ, നീ നടന്നോ, എങ്ങനെയോ പൊക്കോ, നിൻ്റെ ഒരു ഉപദേശം കേൾക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്, പോടി എന്നും പറഞ്ഞിട്ട് പറഞ്ഞു വിടുക കേട്ടോ. പക്ഷേ ഭൂമിക്ക് നല്ല ദേഷ്യം വരികയാണ്, വഴിയിൽ ഇറക്കി വിട്ടുകൊണ്ട്. വിഷമത്തിൽ നിൽക്കുമ്പോൾ അജയ് കറങ്ങി അപ്പുറത്തെ വഴി കൂടെ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാം, കയറ്, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. പിന്നെ നിന്നിവിടെ കൊണ്ട് ഇറക്കി വിടാം എന്ന് വിചാരിച്ചതാ. പിന്നെ ഇതൊക്കെ എൻ്റെ ഒരു ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ. ഈ രാത്രി ഒരു പെൺകുട്ടിയെ വഴിയിൽ ഇറക്കി വിടണ്ടല്ലോ, അതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ നീ പറഞ്ഞതുപോലെ പരിശുദ്ധ ഹൃദയമുള്ളതുകൊണ്ടൊന്നും അല്ല, മനസ്സിലായോ അവളുടെ ഒരു ഉപദേശം. അങ്ങനെ ഇവർ പോകുന്ന സമയത്ത് അതേ ഏകദേശം ആ ഒരു 10-11 മണി സമയത്തിൽ നമ്മുടെ അഞ്ജനയും ആ റോഡിലുണ്ട് കേട്ടോ. ഒരു ഫ്രൂട്ട്സ് കടയിൽ നിന്ന് ഫ്രൂട്ട്സൊക്കെ വാങ്ങി നിൽക്കുന്ന സമയത്താണ് ഇവർ പാസ് ചെയ്ത് പോകുമ്പോൾ തോന്നുന്നത്. ആ സമയത്ത് അഞ്ജനയോടല്ല ഭൂമിയോട് നമ്മുടെ അജയ് പറയുന്നുണ്ട്, അതെ എൻ്റെ ഷർട്ടിൻ്റെ കോളറിൻ്റെ അകത്തേക്ക് എന്തോ പ്രാണി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു, നിനക്കൊന്ന് നോക്കാമോ? എനിക്കൊന്നും വയ്യ എന്നും പറഞ്ഞു ഇരിക്കുമ്പോൾ, പ്ലീസ് ഇടോ ഒന്ന് നോക്ക്, എനിക്ക് നല്ല ഇറിറ്റേഷൻ ആവുന്നെന്ന്. അങ്ങനെ നമ്മുടെ ഭൂമി ഷർട്ടിൻ്റെ കോളർ പിടിച്ചതിനകത്തേക്ക് ഇങ്ങനെ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ നോക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ അഞ്ജന കാണുന്ന സീൻ. ഫ്രൂട്ട്സ് വാങ്ങി തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്ന് പോകും പോലെ തോന്നുക. കാണുന്നത് ഭൂമിയെ തന്നെ കേട്ടോ. അപ്പം തന്നെ അവൾക്ക് നല്ല ദേഷ്യമാവണം. ഭൂമിയെ നേരെ വീട്ടിൽ കൊണ്ടുവിടുക കേട്ടോ. അവിടെ അച്ഛനും അമ്മയും കൂടെ നല്ല ടെൻഷനില്ല. പതിവായിട്ട് വരുന്ന സമയം കഴിഞ്ഞിട്ട് എത്തിയിട്ടില്ല. പോരാഞ്ഞിട്ട് അമ്മയോട് അച്യുതൻ ചോദിക്കുന്നുണ്ട്, നീ അവളെ ഫോണിൽ വിളിച്ചില്ലേ എന്ന്. വിളിച്ചിരുന്നു വെച്ചേട്ടാ, അവളിതാ ഇറങ്ങി എന്നാ എന്നോട് പറഞ്ഞത്. അതെയോ, ശരി, അങ്ങനെയാണെങ്കിൽ ഇന്ന് കുറച്ച് സമയം കൊണ്ട് നോക്കാം. അപ്പോഴാണ് ഒരു വണ്ടി വരുന്നത്. നോക്കുമ്പോൾ CI സാറാണ്. അയ്യോ CI സാറോ? തൊട്ട് പുറകെ നിന്ന് ഇറങ്ങി വരുന്നത് ഭൂമിയാണ്. എന്താ മോളെ, എന്ത് പറ്റി? അച്ഛാ, ഇറങ്ങിയപ്പോൾ തന്നെ വണ്ടി കംപ്ലൈൻ്റ് ആയി, അതുകൊണ്ടാണ്. അങ്ങനെ ഇവർ പരസ്പരം പരിചയപ്പെടുവാണ്. ഇത് ഭൂമിയുടെ അമ്മയാണല്ലേ, നാടക നടിയാണ്. ഞാനും കോളേജിൽ പഠിക്കുന്ന സമയത്ത് നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അതെയോ? അപ്പോൾ ഭൂമി പറയണ്ട, എൻ്റെ അമ്മയ്ക്ക് സ്റ്റേറ്റ് അവാർഡും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അമ്മയുടെ നാടകം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. നാടകത്തിൽ കൂടെയാണ് അച്ഛനെ അമ്മ വീഴ്ത്തിയെടുത്തതെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് ഒരിക്കൽ നാടകത്തിൽ കൂടെ തന്നെ എനിക്ക് കാണിച്ചു തരാമെന്നും അമ്മ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാവരും കൂടെ ചിരിക്കുകയാണ്. അകത്തേക്ക് കയറി വാ സാറേ, ഇരുന്നിട്ട് പോവാം. വേണ്ട, ഒന്നും വേണ്ട, ഇനി ഒരിക്കലാവട്ടെ, എനിക്ക് വീട്ടിൽ പോകണം, ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ മുത്തശ്ശിക്ക് അതൊരു വിഷമാവുമെന്നും പറഞ്ഞ് അജയ് യാത്ര പറഞ്ഞ് അങ്ങ് പോവാട്ടോ. അതോടുകൂടി അച്യുതൻ ആകെ ടെൻഷനായി.
കാരണം അതിനിടയ്ക്ക് അച്യുതൻ ചോദിക്കുന്നുണ്ട്, CI സാറേ ഒരു അമ്മയും കുഞ്ഞിനെയും കാണാനില്ലെന്ന് പറഞ്ഞ് നമ്മൾ പോസ്റ്റർ ഒട്ടിച്ചിരുന്നല്ലോ, അതിൻ്റെ കേസ് ഇതുവരെ ആയെന്ന് ചോദിക്കുമ്പോൾ ഏകദേശം അടുത്തെത്താറായി, ഉടനെ തന്നെ ഞാനത് കണ്ടുപിടിക്കുമെന്ന് പറയാം. അങ്ങനെ പറഞ്ഞിട്ടാണ് അജയ് പോണത്. അതോടുകൂടിയാണ് അച്യുതന് ടെൻഷൻ ആവുന്നത് കേട്ടോ. അങ്ങനെ അച്യുതൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഭാര്യ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ അച്യുവേട്ടാ? എടി അതല്ല, CI സാർ പറഞ്ഞ നീ കേട്ടല്ലോ, നമ്മുടെ ഭൂമി നമ്മളിൽ നിന്ന് അകന്ന് പോകുമെന്നൊരു ടെൻഷൻ. അങ്ങനെയൊന്നും വരില്ല. അച്ചുവേട്ടൻ പറഞ്ഞില്ലേ അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് അവൾ എത്താറായെന്ന്, അതാരാ എന്നോടുകൂടി പറയാമോ? ആരാന്ന് എനിക്ക് പറയാറായിട്ടില്ല, കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യണം. ആ ആളിനാണോ എന്നറിയണം. അതുകൊണ്ട് എനിക്ക് അയാളുമായിട്ടൊന്ന് നേരിട്ട് സംസാരിക്കണം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞ് അവരിങ്ങനെ സമാധാനം നഷ്ടപ്പെട്ട് എന്നെ വീട്ടിനകത്തേക്ക് കയറി പോവാട്ടോ. വീട്ടിലെത്തിയ അജയനോട് നമ്മുടെ അഞ്ജൻ അങ്ങോട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങി. എവിടെ പോയി, എന്തിനു പോയി, നീ ആരോട് പോയി എന്നൊക്കെ. അതെന്താ നീ അന്വേഷിക്കുന്നത്? കൊച്ചു കുട്ടികളോട് ചോദിക്കും പോലെയാണ് അഞ്ജനെ നീ എന്നോട് ചോദിക്കുന്നത്. ഞാൻ കണ്ടായിരുന്നല്ലോ നിന്നെ വഴിയിൽ വെച്ച്, ഒരുത്തി കൂടെ ഉണ്ടായിരുന്നല്ലോ. ആ ഭൂമിയല്ലേ കൂടെ ഉണ്ടായിരുന്നത്, അവൾ നിന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടല്ലോ. അതെയോ, കണ്ടോ? എന്ന കാര്യമായിപ്പോയി. അതൊക്കെ പോട്ടെ, നീ എന്നെ ചോദ്യം ചെയ്യുന്നത് എന്തിനാ? നീ ആ സമയത്ത് എന്തിനായിരുന്നു റോഡിൽ നിന്നത്? അത് എനിക്കൊരു കൂട്ടുകാരിയെ കാണാനുണ്ടായിരുന്നു എന്നും പറഞ്ഞൊഴിയാട്ടോ. അതെ, നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി, നീ എന്നെ ഭരിക്കാനൊന്നും വരണ്ട. പിന്നെ എനിക്ക് ഭൂമിയെ ഇഷ്ടമാണെന്ന് ഞാൻ നിന്നോട് പലതവണ പറഞ്ഞില്ലേ, ഞാൻ കല്യാണം കഴിക്കണമെങ്കിൽ അവളെ തന്നെ കല്യാണം കഴിക്കത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അജയ് പറയുമ്പോൾ നമ്മുടെ അഞ്ജനയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരാട്ടോ. അങ്ങനെ അഞ്ജന പറയണ്ട, അതെ ഞാനങ്ങനെ നിന്നെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. എന്തായാലും ഉടനെ തന്നെ നമ്മുടെ എൻഗേജ്മെൻറ്റ് നടക്കും. അതിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ, കാണിച്ചു തരാം. അവളെ ഞാൻ കൊല്ലോ. എന്നാൽ പിന്നെ നീ കൊല്ല്, ഞാൻ അവളല്ലെങ്കിൽ അടുത്ത ആൾ നോക്കും. എന്തായാലും നിന്നെ കിട്ടാൻ ഞാൻ തയ്യാറല്ല, ഉറപ്പിച്ചങ്ങ് പറയാം കേട്ടോ. പക്ഷേ അഞ്ജലിക്ക് വീണ്ടും ദേഷ്യം കൂടുകയാണ്. അന്ന് രാത്രി വീണ്ടും അച്യുതനും ഭാര്യയും കൂടെ ഇതേ ചർച്ചയിലാണ്, നമുക്ക് നാട്ടിലേക്ക് പോകണം, അല്ലാതെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാം കേട്ടോ. അപ്പോൾ ഇതും കണ്ടോണ്ട് അഞ്ജന വരുന്നുണ്ട്. അഞ്ജനയല്ല സോറി, നമ്മുടെ ഭൂമി വരികയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഒരാഴ്ചയായിട്ട് ഞാൻ ശ്രദ്ധിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ ഇത്ര ഭയങ്കര ഗൂഢാലോചന? ഞാൻ അറിയാത്ത എന്തെങ്കിലും രഹസ്യമുണ്ടോ? ഒന്നുമില്ല മോളെ. എന്തെങ്കിലും രഹസ്യമുണ്ടെങ്കിൽ അത് പറഞ്ഞോ. ഞാനെങ്ങാനും പിന്നീട് അറിഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ തമ്മിലുള്ള ബന്ധം അതോടെ പോവും. അങ്ങനെ പറയുമ്പോൾ അച്യുതൻ പിന്നെയും പേടിക്കുകയാണ്. ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. ശരി, എന്നാൽ പിന്നെ വാ നമുക്ക് പോയി കിടക്കാം. ഇന്ന് ഞാൻ അച്ഛൻ്റെ അമ്മയുടെ കൂടെ തന്നെ കിടക്കത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അച്യുതനെയും അമ്മേനെയൊക്കെ വിളിച്ചും കൊണ്ട് ഭൂമി അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് അച്യുതൻ പറയുകയാണ്, നമുക്കിനി നാട്ടിലേക്ക് പോകണം, ഇവിടെ നിന്നാൽ പറ്റത്തില്ല എന്ന്. ഭൂമി പറയുകയാണ്, ഇപ്പോഴൊന്നും നടക്കില്ല അച്ഛാ, ഇവിടെ അച്ഛനെ എനിക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കണം, അൾസറിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഇപ്പം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭൂമി അത് കൈയൊഴിഞ്ഞ് പോവാട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സൗഭാഗ്യപുരത്ത് രാവിലെ കാണിക്കുകയാണ്. സൗഭാഗ്യയും മറ്റുള്ള എല്ലാവരെയും കൂടെ വിളിച്ചിരുത്തിക്കൊണ്ട് ഇൻവിറ്റേഷൻ കാർഡ് സെലക്ട് ചെയ്യുകയാണ്. ഓരോന്നായിട്ട് മാറ്റി നോക്കിക്കൊണ്ടിരിക്കുമ്പം അവർക്കതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഭവാനി വിളിച്ച് കാണിക്കുന്നുണ്ട്. ഭവാനി പറയുന്നുണ്ട്, അമ്മയുടെ ഇഷ്ടം തന്നെയാണ് എൻ്റെ ഇഷ്ടം, അത് പറ്റില്ല, നീ ഇതെന്താ കാണാതെ പഠിച്ചു വെച്ചിരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, നീയും കൂടെ വന്ന് നോക്കിക്കേ, അഭിപ്രായമൊക്കെ പറയണം. അത് കുഴപ്പമില്ല, അമ്മയ്ക്ക് ഏതാ ഇഷ്ടം അത് തന്നെ മതി. വർമ്മേ, ഏത് ലെറ്റർ ആയാലും കുഴപ്പമില്ല, പക്ഷെ അതിൽ നമ്മളെ കുടുംബപരമായിട്ടുള്ള ഒരു സിമ്പലുണ്ട്, അത് അതിലേക്ക് വെച്ചേക്കണം. അതെന്താ അമ്മേ? എടാ മണ്ട, നിനക്ക് മനസ്സിലാകാൻ എന്താന്ന് വീണ്ടും സൗഭാഗ്യം ചോദിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഭവാനി പറയുന്നത്, നമ്മുടെ അനുപമയ്ക്കും അഭിരാമിക്കും അഞ്ജനയ്ക്കും ഒക്കെ ആയിട്ട് ഒരു മാല നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ലേ, ആ ലോക്കറ്റിലുണ്ടല്ലോ അതിൻ്റെ ആ ഒരു അമ്പളം, അതാണ് അമ്മ പറയുന്നത്. ഓ അതോ, എന്നാൽ കാർഡിൻ്റെ ഫ്രണ്ടിൽ അത് വച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് അഞ്ജന രാവിലെ തന്നെ നമ്മുടെ അജയനോട് ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അജയന് ദേഷ്യം വരിക, നീ എന്താ ഈ കൊച്ചു കുട്ടികളെ പോലെ എനിക്ക് പോകുന്നതും വരുന്നതും ഒക്കെ നീ ചോദിക്കുന്നത്? അല്ല എനിക്കറിയണം, ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ, അതൊക്കെ നിൻ്റെ മനസ്സിലിരുന്നാൽ മതി. ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല. നീ ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞല്ലോ ആ ഭൂമിയാണ് നീ കല്യാണം കഴിക്കാൻ പോകുന്നത്, നിങ്ങൾ തമ്മിൽ അഫെയറിലാണെന്ന്. അത് സത്യം തന്നെയാണോ? അതെ സത്യം തന്നെയാണ്, എനിക്ക് അവളെ മറക്കാനാവില്ല, ഞാൻ അവളെ തന്നെ കെട്ടുള്ളൂ. എനിക്ക് അങ്ങനെ പറയരുത്, ഞാൻ നിന്നെ വിടില്ല, എനിക്ക് നിന്നെ വേണം. പക്ഷേ എനിക്ക് താല്പര്യമില്ല അഞ്ജന, എന്തായാലും ഞാൻ ഈ വിവാഹത്തിന് തയ്യാറല്ല, എനിക്ക് അവളെ മറക്കാനും കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ നമ്മുടെ അജയ്. അവസാനം അഞ്ജന പറയുന്നുണ്ട്, ശരി നിനക്ക് അവൾ തന്നെ മതിയെങ്കിൽ ഞാനങ്ങ് ഒഴിഞ്ഞു തന്നേക്കാം. അതാ നല്ലത്, നീ ഒഴിഞ്ഞു തന്നേക്ക്. ഒരു കാര്യം ചെയ്യും, ഞാനിപ്പോൾ തന്നെ മുത്തശ്ശിയുടെ അടുത്ത് എന്ന് പറയാം, അവർ നമ്മുടെ എൻഗേജ്മെൻറ്റിലുള്ള ഇൻവിറ്റേഷൻ കാർഡ് മറ്റുള്ള കാര്യങ്ങളും തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുക, എന്തിനാ വെറുതെ അവരെ വിഷമിപ്പിക്കുന്നത്? ഞാൻ പോയി സത്യം പറയട്ടെ? പറഞ്ഞോടി. ശരി എന്നാൽ ഞാൻ പോയി പറയാം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുവാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങളും കൂടെ വന്നേ, നിങ്ങൾ ഇൻവിറ്റേഷൻ കാർഡ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അജയ് പറയുന്നുണ്ട്, മുത്തശ്ശി അവൾക്ക് ഏതാണ്ട് പറയാനുണ്ട്, അത് കഴിഞ്ഞിട്ട് മതി മറ്റുള്ള കാര്യങ്ങൾ. എന്താ അഞ്ജനെ നിനക്ക് പറയാനുള്ളത്? പറ മോളെ. അത് വേറൊന്നുമല്ല അജയ്. പറഞ്ഞോ.
എൻഗേജ്മെൻറ്റിന് അപ്പോൾ അജയ് കാത്തിരിക്കുക. ഇവളിപ്പോൾ സത്യം പറയുന്നു. അവളല്ലേ ആള്. ഉടനെ പറയാം അജയ് പറയുന്നുണ്ട് എൻഗേജ്മെൻറ്റിന് സാരി ഉടുക്കണമെന്ന്, പക്ഷേ എനിക്കതിന് സമ്മതമല്ലെന്ന് പറയാനാണ് ഞാൻ വന്നത്. അപ്പോൾ തന്നെ അജയ് ഞെട്ടി പോവാട്ടോ. വീണ്ടും അജയ് എന്നെ പൊട്ടം കളിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അങ്ങനെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. പോയി കഴിഞ്ഞിട്ട് ഇവിടെ അഞ്ജന പറയാം, എടാ നീ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചത്? ഇതിനേക്കാൾ അപ്പുറത്തെ തരികട പണി പുറത്ത് നിന്ന് കാണിച്ചിട്ട് വന്നവളാണ് ഞാൻ. എന്നോടാണോ? നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഞാൻ തന്നെ നിന്നെ കല്യാണം കഴിക്കും. കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാനൊരു കുറ്റി അങ്ങോട്ട് അടിക്കും. ആ കുറ്റിക്ക് ചുറ്റും നിന്ന് നിന്നെ ഞാൻ കറക്കും. മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞ് വരട്ടാട്ടോ നമ്മൾ അഞ്ജന. നമ്മുടെ അജയൻ ഇതൊക്കെ കേട്ടിട്ട് വച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്തായാലും സത്യനെ കണ്ട് വിശദമായിട്ട് കാര്യങ്ങൾ അറിയണം. ശരിക്കും പറഞ്ഞാൽ ഭൂമി അദ്ദേഹത്തിൻ്റെ മകളാണെന്ന് ഉറപ്പിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് നേരെ മൂന്നാറിൽ സത്യൻ താമസിക്കുന്ന ആ വീട്ടിലേക്ക് വന്ന് കയറുകയാണ് കേട്ടോ നമ്മുടെ അച്യുതൻ. അവിടെ സത്യൻ ഒരു ഗ്ലാസ് ബിയറൊക്കെ എടുത്ത് ഒന്ന് സിപ്പ് ചെയ്ത് നിൽക്കുമ്പോഴാണ് അച്യുതൻ പുറത്തേക്ക് വന്ന് നിൽക്കുന്നത്. അങ്ങനെ അച്യുതനെ സ്വീകരിക്കാനായിട്ട് വെളിയിലിട്ട് ഇറങ്ങി പോവുകയാണ്. അച്യുതൻ ആകെ ടെൻഷനിലാണ് കേട്ടോ. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്